എന്താ എങ്ങും പോയില്ലേ? പോണം. പോണോളിയാ. എന്താ ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താ നിനക്കൊരു ഇരിപ്പുറക്കായിക? പൈസക്കാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട, എൻ്റെ കയ്യിലില്ല, ഞാൻ തരില്ല. ഞാനിപ്പം അതിനൊന്നും അല്ലളിയാ വന്നേ. ഇനി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാൻ. പിന്നെന്താ, നീ അല്ലെങ്കിലും ഗൗരവമായിട്ടല്ലേ പറയാറുള്ളൂ, തമാശ പറയാറില്ലല്ലോ. അല്ലെ തമാശകളായി. അതെ, ഞാനിപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് അളിയനോട് സംസാരിക്കണം. എന്നാൽ അതെങ്കിൽ മൊഴിയടോ. ഒരു സഹോദരിയുടെ പരാതി സഹോദരനോട് പറയണമെന്ന് അളിയൻ കരുതണ്ട. ഒരു സുഹൃത്തിൻ്റെ വിഷമം അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്താ കാര്യം? അതെ, സംഘത്തിൻ്റെ പോക്ക് ഈയിടെയായിട്ട് അത്ര എനിക്കെന്തോ ഒരു സുഖക്കുറവുണ്ട്. എന്ത് സുഖക്കുറവ്? അവളുടെ പെരുമാറ്റവും രീതിയൊക്കെ എന്തോ കളിയാ. നീ തങ്കത്തിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലത്രേ? അതുകൊണ്ടാണ് എനിക്കത് തോന്നി തുടങ്ങിയത്. പിന്നെ തങ്കപ്പ ഇതുവരെ ഇല്ലാത്ത മാറ്റം. തങ്കപ്പ എങ്ങനെ പെരുമാറുന്നത് നീ പറയണേ? 24 മണിക്കൂറും ഫോണിലാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല. കൊച്ചിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. എൻ്റെ തുണികൾ അലക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല. ക്ലീറ്റസേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വരരുതിട്ടാ. നിന്റെ എല്ലാ പോക്കൃത്തരങ്ങളും ഞാൻ സഹിക്കാം, പക്ഷേ ഈ വക തോന്നിയ ദിവസം പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വരരുത്. അളിയാ, നീ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. എന്താ നിന്റെ ഭാഗത്ത് ചിന്തിക്കാനുള്ള അവസ്ഥ നിനക്കറിയില്ല. ഞാൻ ഇത്രയും നാൾ കണ്ട ഒരു തങ്കമല്ലേ ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയണേ. അതിനെന്താ കാരണം? എന്താ ഒരു കാരണം? നിന്റെ പോക്ക്, നീ ശരിയല്ല. നീ നന്നായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യൂല. നീ എഴുതപ്പുറം വായിക്കരുത്. എടേ, വീട്ടിൽ ആണുങ്ങളായിട്ട് നിൽക്കണം. നീ ഈ മറ്റേ ഒരു തൊഴിലും ഇല്ല, ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ തോന്നിയ പോലെ നടക്കുന്നതന്നെ. അളിയാ, അതിപ്പോ ഇത് എത്ര കാലം സഹിക്കും ഒരാള്? ഇത് അതല്ല അളിയാ, ഇത് അതിലപ്പുറം എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ വന്ന് നിന്ന് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാനത് ആദ്യമേ നിന്നോട് പറഞ്ഞത്. തങ്ങളുടെ കുറ്റം പറയാൻ വന്നതല്ല ഞാൻ. നീ എൻ്റെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയാൻ വന്നു, അത്രേ ഉള്ളൂ.